ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിന്ന് പോയത് വേസ്റ്റ് ടു വണ്ടർ എന്നൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. നമ്മുടെ 7 ലോക മഹാത്ഭുതങ്ങൾ ഒരു കുടക്കീഴിൽ കാണാം. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ പിരമിഡാണ്. ഇവരത് ഫുള്ളാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മെറ്റൽ കൊണ്ടാണ്. നമ്മുടെ വേസ്റ്റും മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഫുള്ളാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, കാരണം നല്ല ഫിനിഷിങ്ങിനും നല്ല ഇതിലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ദൈവമേ ഇത് മെറ്റൽ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ ഒറിജിനൽ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ അവിടെ അടുത്ത് തന്നെ അവരൊരു ബോർഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാവും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അടുത്തത് ഞങ്ങൾ കാണാൻ പോയത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിസാ ഗോപുരമാണ്. ഈ പോകുന്ന വഴിയൊക്കെ കാണാനായിട്ടേ നല്ല രസമാണ്. ഫുള്ള് ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസമായിരുന്നു. ഈ പിസാ ഗോപുരം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞത് സൈക്കിൾ റിമ്മ് കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ അതിൽ മെറ്റൽ ഷീറ്റും പിന്നെ മെറ്റലിൻ്റെ പൈപ്പും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞേ. അതിൻ്റെയും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അവരതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കാരണം ഇത് സൈക്കിൾ റിമ്മ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് ഇവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടുത്തത് ഞങ്ങൾ കാണാൻ പോയതേ ഏഫിൽ ടവറാണ്. 70 അടി നീളമുണ്ടെന്നാണ് അവരവിടെ പറയുന്നത്. പിന്നെ ഇത് ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 40 ടണ്ണ് വെഹിക്കിൾ പാർട്സ് ആണെന്നാണ് പറയണേ. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ എങ്ങനെയാണെന്നും ഇത് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. കുറേ പേര് ഫോട്ടോ എടുക്കാനും കുറേ പേര് വീഡിയോ എടുക്കാനൊക്കെ അതിൻ്റെ മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നി എനിക്കൊരു ഫോട്ടോ എടുക്കണം, ഒരു വീഡിയോ എടുക്കണം. അപ്പം ഞാനും ചെന്നു അതിൻ്റെ മുന്നിലായിട്ട്. അങ്ങനെ ഞാനും എടുത്തു വീഡിയോയും ഫോട്ടോയും. കാണാൻ നല്ല ഫിനിഷിങ്ങിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അടുത്തത് എടുത്തു പറയേണ്ടത് ഇവരുടെ ഈ പോകുന്ന വഴിയാണ്. അപ്പുറം ഇപ്പുറം ചെടികളൊക്കെ നിറച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. മീൻസ് കുറച്ചും കൂടി രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞങ്ങൾ അടുത്തത് കാണാൻ പോയത് നമ്മുടെ കൊളോസിയമാണ്. കൊളോസിയം അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ പറയുക, മെറ്റലിൻ്റെ റെയിലിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രിക് പോൾസും ഉപയോഗിച്ചിട്ടാണ്. ഇതും നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ കാണാൻ പോയത് നമ്മുടെ താജ്മഹലാണ്. അതും ഒന്നും പറയാനില്ല, രക്ഷയുണ്ടായില്ല, പൊളിയായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ താജ്മഹൽ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തുപയോഗിച്ചിട്ടാണ്, എത്ര നീളമുണ്ട്, എങ്ങനെ ഉണ്ടാക്കിയത്, അങ്ങനെ ഫുൾ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. താജ്മഹൽ ഒരുവിധമായപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും നൈറ്റായി തുടങ്ങി. അപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് കാണാനൊരു രസമായി തുടങ്ങിയത്. അടുത്തത് ഞങ്ങൾ കാണാൻ പോയതേ ക്രൈസ്റ്റ് ദ റെഡീമറാണ്. അതും ഇതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എൻജിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടൈം ആയപ്പോഴേക്കും ലൈറ്റൊക്കെ വന്നു തുടങ്ങി. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ലൈറ്റൊക്കെ വന്നു തുടങ്ങി ഫുള്ളായിട്ട്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ കാണാൻ പോയത് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അതും ഇതേപോലെ ബൈസിക്കിൾ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയണേ. അതേപോലെ മെറ്റൽ ഷീറ്റും ചെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടൈം ആയപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴേക്കും വേറൊരു ഭംഗിയായിരുന്നു. നമ്മൾ വെട്ടത്തിലുള്ള ഭംഗിയല്ല, അതായത് ഡേയിലുള്ള ഭംഗിയല്ല, ഇപ്പം നൈറ്റിൽ വരുമ്പോഴുള്ള ഭംഗി വേറെയല്ല ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്. പിന്നെ അവിടെ ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ MCDയുടെ ഒരു പഴയ സ്കൂട്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടി കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.